ലോകെ ഞാൻ എന്നോട്ടം തികച്ചു, സ്വർഗഗേഹെ വിരുദിനായി. ലോകെ ഞാൻ എന്നോട്ടം തികച്ചു, സ്വർഗഗേഹെ വിരുദിനായി. പറന്നിടും ഞാൻ മറുരൂപമായി പരനേശുരാജൻ സന്നിധൗ. പറന്നിടും ഞാൻ മറുരൂപമായി പരനേശുരാജൻ സന്നിധൗ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ദൈവത്തിന് നന്ദിയോടുകൂടി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വളരെ സന്തോഷത്തോടും പ്രത്യാശയോടും പ്രാർത്ഥനയോടും കൂടി ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് സഹായിച്ചതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സകലമാനവും മഹത്വവും വീഴ്ചയും ത്രിയേക ദൈവത്തിന്റെ തൃപ്പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കപ്പെട്ട ആരാധന രാവിലെ കാലം തന്നു. അതിനുശേഷം ഉച്ച കഴിഞ്ഞു ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ഇടയാക്കിയതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്ന അഭിഷിക്തന്മാർ, കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും നന്ദിയും വന്ദനവും അറിയിക്കുന്നു. സന്തോഷം. ദൈവമക്കളെ ആ നിലയിലുള്ള ശുശ്രൂഷയാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. അത് ദൈവവചനത്തിന്റെ വെളിപ്പാടിലൂടെയാണ് ദൈവാത്മാവ് വ്യക്തി ജീവിതങ്ങളെ നിവേദിക്കുന്നത്. കർത്താവിനെ സഹായിപ്പാനിടയാകട്ടെ. ഒരിക്കല് ഞാൻ നിങ്ങളെ ഇങ്ങനെ പ്രസാദിപ്പിച്ച അല്ലെങ്കിൽ അനുഗ്രഹം മാത്രം ഞാൻ പ്രസംഗിച്ചു പോയാൽ അതെന്റെ ജീവിതത്തിൽ ശാപമായി തീരും, അതെനിക്ക് ബന്ധനമായി തീരും. ദൈവത്തെ ഭയപ്പെടുന്നത് കൊണ്ട് ദൈവം തരുന്ന വചനം അത് ഞാൻ വിളിച്ചു പറഞ്ഞ പാദപീഠത്തിൽ ഇരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കണം. യിരെമ്യാ പ്രവചനം 7-ാം അധ്യായത്തിലേക്ക് വരാം. യിരെമ്യാ പ്രവചനം 7-ാം അധ്യായം 3-ാം വാക്യം തൊട്ട് വായിക്കാം. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയെ പ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കുവിൻ, എന്നാൽ ഞാൻ നിങ്ങളെ ഈ സ്ഥലത്ത് വസിക്കുമാറാക്കും. ആമേൻ. സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് വരുന്നു. ഈ വചനം അങ്ങയുടേതാണ്, അടിയങ്ങൾ അങ്ങേക്കുള്ളതാണ്. ഈ സഭ അങ്ങയുടേത്, അടിയൻ അങ്ങയുടേതാണ്. പരിശുദ്ധാത്മാവെ, വെറും വചനമായിട്ടല്ല, പരിശുദ്ധാത്മാവോടും ശക്തിയോടും നിശ്ചയത്തോടും കൂടി ശുശ്രൂഷിപ്പാൻ കൃപ നൽകും. ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും പരിജ്ഞാനത്തിന്റെ ആത്മാവിനെ, ജ്ഞാനത്തിന്റെ ആത്മാവിനെ തരണമേ. ദൈവകൃപയെ ശുശ്രൂഷിപ്പാൻ സഹായിക്കും. സകല മഹത്വം യേശുവിന്റെ നാമത്തിൽ സ്തോത്രം. ഈ പശ്ചാത്തലമൊക്കെ ഞാൻ വിവരിക്കുന്നില്ല. വേഗത്തിൽ എന്റെ മുൻപിൽ ലഭിച്ചിരിക്കുന്ന സമയം വേഗത്തിൽ ശുശ്രൂഷിച്ച് മുൻപോട്ട് നീങ്ങുവാൻ ആഗ്രഹിക്കുന്നു. കർത്തൃമേശ നമ്മുടെ മുൻപിലുണ്ട്, അതൊക്കെ എടുക്കണം. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ ദിവസങ്ങൾ തുടർച്ചയായിട്ട് എല്ലാ സഭകളിലും ചെല്ലുമ്പോൾ എനിക്ക് കർത്തൃമേശ എടുക്കാൻ കർത്താവ് ഭാഗ്യം തരുന്നുണ്ട്. ഞാൻ ഏറ്റവും ദൈവസന്നിധിയിൽ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് കർത്തൃമേശ ശുശ്രൂഷ. ഏറ്റവും വലിയ പദവിയായിട്ടാണ് ഞാനത് കാണുവാൻ. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ 35 വർഷമായി, അതേ സ്തോത്രം, 33 വർഷമായി സ്നാനപ്പെട്ടിട്ട് ഒറ്റ പ്രാവശ്യമേ കർത്തൃമേശയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അത് ഈ 2014 ലാസ്റ്റ് സമയത്ത് ഒരു ചെറിയ ടെലഫോണിൽ കൂടെ ഒരു ചെറിയ സംസാരത്തിൽ എന്നെ വേദനിപ്പിച്ചതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് എനിക്ക് വിഷമം തോന്നി. ഞാൻ കർത്തൃമേശയിൽ നിന്ന് ഒറ്റ ദിവസമാണ് ഞാൻ മനഃപൂർവ്വമായിട്ട് മാറിയിരുന്നിട്ടുള്ളത്. തിരുമേശ നമ്മുടെ മുൻപിൽ ഇരിക്കുമ്പോൾ ഭയത്തോടെ അതിൽ സംബന്ധിക്കുന്നത് വളരെ അനുഗ്രഹമാണ്. സ്തോത്രം. മനഃപൂർവ്വമായിട്ട് ഇതിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പാനും പാടില്ല. ഒഴിഞ്ഞിരുന്നാൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ആ ആഴ്ച കർത്താവ് പോകാൻ പറ്റത്തില്ല. അത്രേ ഉള്ളൂ. അതാണ് വചനം പറയുന്നത്. സ്തോത്രം. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും, എന്നെ ഭക്ഷിക്കാത്തവന്റെ ഉള്ളിൽ എന്തില്ല? ജീവനില്ല. സ്തോത്രം. അത്രയും മാത്രം ചിന്തിച്ചാൽ മതി. ഭയത്തോടെ, ഭയങ്കര വിശുദ്ധിയും ഭക്തിയും ഒന്നും ആയിട്ടല്ല. ഏറ്റക്കുറച്ചിലുകളും പരാജയങ്ങളും താഴ്ചകളും കുറവുകളും ബലഹീനതകളും ഒക്കെ ഉണ്ട്. എങ്കിൽ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ രക്തം നമ്മുടെ പാപം പോകുന്നു. യേശുവിന്റെ രക്തം നമുക്ക് ജീവൻ തരുന്നു. യേശുവിന്റെ രക്തം നമ്മുടെ ശാപങ്ങളെ അഴിക്കുന്നു. യേശുവിന്റെ രക്തം നമ്മുടെ നിത്യതയിലേക്കുള്ള പുതുവഴി തുറന്നു തരുന്നു. യേശുവിന്റെ രക്തത്തിന്റെ മുൻപിൽ ദുഷ്ടപിശാചിന് നിൽക്കാൻ കഴിയത്തില്ല. പിശാച് വിറയ്ക്കുന്നത് യേശുവിന്റെ രക്തത്തിന്റെ മുന്നിലാണ്. പാപമില്ലാത്ത രക്തം, പരിശുദ്ധ രക്തം, നീതിമാനായ രക്തം, വിശുദ്ധ രക്തം, ജയിച്ച രക്തം. ഹല്ലേലൂയ. ആ രക്തത്തിന്റെ മുൻപിലായിരിക്കുന്നത്. അതേ സ്തോത്രം, സ്തോത്രം. ആ രക്തം കൊണ്ട് കഴുകിയത്, ആ രക്തം കൊണ്ട് വീണ്ടെടുത്തത്, ആ രക്തം എന്നെ സൗഖ്യമാക്കിയത്, പുതുവഴി തുറന്നു
അനുഗ്രഹമായി തീരുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. വായിച്ചതായ വേദഭാഗം ഇങ്ങനെയാണ് സ്തോത്രം യിരെമ്യാവിൽ പറഞ്ഞത്. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. എന്താണ് അരുളി ചെയ്യുന്നത്? നിങ്ങളുടെ നടപ്പും പ്രവൃത്തിയും നന്നാക്കണം. സ്തോത്രം. ഈ 3 ദിവസവും ദൈവസന്നിധിയിൽ ഇരുന്ന് 3-ാമത്തെ ദിവസവും കർത്താവ് പറയുന്നത് എന്താണ്? നിങ്ങളുടെ പ്രവൃത്തിയും നടപ്പും നന്നാക്കണം. സ്തോത്രം. അപ്പൊ നന്നാക്കണം, ഇത് ഇസ്രായേലിനോട് പറയുന്ന ഭാഗമാണ്. എന്നാൽ ഇത് അന്ന് പറഞ്ഞത് ഇന്നെന്ന പോലെ ദൈവാത്മാവ് നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ചിലത് നന്നാക്കാനുണ്ട്. സ്തോത്രം സ്തോത്രം. ടേപ്പ് റെക്കോർഡ് കേടായാൽ അതിന് എക്സ്പീരിയൻസ് ഉള്ളവരുടെ അടുത്ത് കൊണ്ടുകൊടുക്കും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഓർഗൻ കേടായാൽ അതിന് പരിചയമുള്ളവരുടെ അടുക്ക കൊണ്ടുകൊടുക്കും. ലാപ്ടോപ്പ് കേടായാൽ ആ കമ്പനി അന്വേഷിച്ച് ആ കമ്പനിയിൽ പരിചയമുള്ളവരെ കൊണ്ടുകൊടുത്ത് നന്നാക്കും. സ്തോത്രം. മൈക്രോഫോൺ കേടായാൽ അതിന് പറ്റിയ ആൾക്കാരുടെ അടുക്ക കൊണ്ടുകൊടുത്ത് അത് നന്നാക്കും. എന്നാൽ മനുഷ്യനെ നന്നാക്കാൻ എവിടെ കൊണ്ടു കൊടുക്കാനാ പറഞ്ഞത്? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ കയ്യിൽ. സ്തോത്രം. നല്ല തച്ചന്റെ കയ്യിൽ കൊണ്ടു കൊടുത്താൽ അവൻ അതിന്റെ വളവ് നികത്തും, മുഴ നീക്കും, അതിന്റെ തടിച്ച ഭാഗങ്ങൾ നീക്കും, ഉരുണ്ട ഭാഗങ്ങൾ നീക്കും, നീണ്ട ഭാഗങ്ങൾ നീക്കും, അതിനകത്ത് കേടുള്ളതെല്ലാം നീക്കാൻ ശക്തനാണ്. ആ നല്ല തച്ചൻ എന്ന് മാത്രമല്ല, ആ തച്ചൻ പോയപ്പോൾ ഇങ്ങനെ പറഞ്ഞേച്ചു പോയി, ഞാനൊരു കാര്യസ്ഥനെ അയക്കും, ആ കാര്യസ്ഥൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ആ കാര്യസ്ഥന്റെ പേരെന്ന് പറഞ്ഞേ, അവന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. സ്തോത്രം സ്തോത്രം. പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ. ആ നല്ല യേശു നമ്മുടെ അടുക്കൽ വന്നു, നമുക്ക് വേണ്ടി ജീവൻ തന്നു, നമ്മളെ രക്ഷയിലേക്ക് നയിച്ചു, പിതാവിന്റെ സത്യത്തെ വെളിപ്പെടുത്തി തന്നു. എന്നിട്ട് പറയുകയാണ്, ഇനി നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുവാൻ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ വരും. അവൻ നിങ്ങൾക്ക് എന്തു പറഞ്ഞു തരും? അവൻ സത്യം പറഞ്ഞു തരും. അവൻ പറയുന്നത് എന്താണ്? സത്യം മാത്രം. ഞാൻ പറഞ്ഞാൽ എന്റെ സാഹചര്യത്തിനനുസരിച്ചായിരിക്കും സത്യം പറയുന്നത്. പ്രൈസ് കേട്ട് പറ്റത്തില്ല കേട്ടോ. അകത്ത് കാര്യസ്ഥൻ ഉണ്ടെങ്കിൽ അവൻ പറയുന്നതെല്ലാം സത്യമാണ്. അവന് പോസ്റ്റ് പറയാൻ അറിഞ്ഞുകൂടാ. ഇന്നിപ്പോ ദൈവം തീരുമാനിക്കുക, റംല സ്തോത്രം അതേ കള്ളം പറഞ്ഞത് കൊണ്ട് ഞാൻ റംലയുടെ അടുക്കൽ കള്ളം പറയാൻ പോകുക എന്ന് പറഞ്ഞ് ദൈവം എഴുന്നേൽക്കേണ്ട കാര്യസ്ഥൻ എന്ന പരിശുദ്ധാത്മാവ് ഇന്ന് കള്ളം പറയാൻ വേണ്ടിയിട്ട് എഴുന്നേൽക്കാൻ പോവുക. എഴുന്നേറ്റിട്ട് റംലയോട് കള്ളം പറയാൻ വാ തുറക്കുമ്പോ പറയുന്നത് സത്യമാണ്. കാരണം അവര് കള്ളം പറയാൻ അറിഞ്ഞുകൂടാ. അവനിൽ കള്ളമില്ലാത്തത് കൊണ്ട് സ്തോത്രം അവൻ സത്യം മാത്രമേ പറയൂ. ഇവിടെ പറയുകയാണ്, നിങ്ങളുടെ നടപ്പും പ്രവൃത്തിയും നിങ്ങളൊന്ന് നന്നാക്കുകയും. സ്തോത്രം. നടപ്പ് നന്നാക്കാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നടപ്പ് തെളിയിച്ചവന്റെ മുൻപിലാണ് നടപ്പ് നന്നാക്കാൻ പറഞ്ഞത്. സ്തോത്രം. അവൻ ആരാണ്? അവൻ വഴിയും സത്യവും ജീവനുമാണ്. അവന്റെ കൂടെ നടന്നാൽ നമ്മുടെ നടപ്പ് നന്നാകും. സ്തോത്രം. നടപ്പ് തെറ്റിയവനാണ് ലൂസിഫറിന്റെ സൈന്യങ്ങൾ. സ്തോത്രം. ഒരു കൂട്ടം ജനത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഒരു കൂട്ടം ജനത്തെ അന്ധതമസിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുമ്പോൾ, ഒരു കൂട്ടം ജനത്തെ ആകാശമണ്ഡലത്തിന്റെ ഒരു ഭാഗങ്ങളിൽ അവനെ സൂക്ഷിച്ചിരിക്കുമ്പോൾ, ഈ ഭൂമിയിൽ അലഞ്ഞു നടക്കുന്ന പന്നപിശാച്. സ്തോത്രം. അലഞ്ഞു നടക്കുന്നവൻ വൃത്തികെട്ടവൻ, കുളിക്കാത്തവൻ, നനയ്ക്കാത്തവൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അവൻ എപ്പോഴും എവിടെ വസിക്കുന്നതെന്ന് ചോദിച്ചാൽ നാറ്റം പിടിച്ച സ്ഥലത്തെ അവൻ വസിക്കത്തുള്ളൂ. നല്ല സ്ഥലത്ത് അവൻ ഇരിക്കത്തില്ല. അവൻ നല്ല സ്ഥലത്തിരുന്ന വെപ്രാളമാ, ഇറിറ്റേഷനാ, അസ്വസ്ഥതയാ, ക്ലേശമാ. അവൻ എപ്പോഴും എന്നാ ചെയ്യുന്നറിയാമോ? ഊടാടി സഞ്ചരിച്ച് അലഞ്ഞു നടക്കും. അതുകൊണ്ട് ആ ഗദരദേശത്തേക്ക് യേശു ചെന്നപ്പോ പറയുക, ദാവീദ് പുത്ര, എനിക്കൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. എന്നെ ഇപ്പൊ വിടല്ലേ. വിടാനൊരു സമയമുണ്ട്. അതിനു മുമ്പ് നീ എന്നെ പറഞ്ഞു വിടാൻ വന്നിരിക്കുകയാണോ? അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ എങ്ങോട്ട് വിടണം? പാതാളത്തിലേക്ക് വിടരുത്. എവിടെ വിടണം? കണ്ടോ? എന്റെ നടപ്പ് എവിടോട്ടാ?
പന്നിക്കൂട്ടത്തിലേക്ക് അവന്റെ നടപ്പ്. സ്തോത്രം സ്തോത്രം. പന്നിയുടെ സ്വഭാവം എന്താ? കുളിച്ചാലും പിന്നെ എവിടെ കിടക്കും? 2 പത്രോസ് 2:22 ഞാന് ആഭരണം ഊരാനുള്ള വാക്യമാണ് ദൈവം എനിക്ക് തന്ന വാക്യം. സ്തോത്രം. ആഭരണം ഊരാനും എന്റെ വൃത്തികെട്ട സ്വഭാവങ്ങൾ, വൃത്തികെട്ട സ്വഭാവം എന്ന് പറഞ്ഞാൽ പിന്നെ കോപം, ക്രോധം, പിണക്കം, ശാഠ്യം, ഭിന്നത, അസൂയ, അതേ സ്തോത്രം, വെറിക്കൂത്ത്, ഇങ്ങനെയൊക്കെ ഉള്ള എന്നിലുണ്ടായിരുന്നു. ഞാൻ എന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം തോന്നത്തില്ല. വേണമെങ്കിൽ നിങ്ങൾ ഏറ്റെടുത്താൽ മതി. ഇന്നലെ ഒരാൾ പറഞ്ഞു, വേണമെങ്കിൽ കേട്ടോ പ്രാർത്ഥനാ വിഷയം പറയാൻ അങ്ങനെ വേണമെങ്കിൽ കേട്ടോ എന്നല്ല. ജീവിതം ക്രമത്തിലാക്കിയില്ലെങ്കിൽ എത്തി നോക്കാൻ പറ്റത്തില്ല. ഇവിടെ പാസ്റ്ററെ പ്രസാദിപ്പിക്കാം, ഇവിടെ സഭയെ പ്രസാദിപ്പിക്കാം, ഇവിടെ കൂടെ ഇരിക്കാം, കൂട്ടത്തിൽ പാടാം, വെള്ളത്തിൽ പൂട്ട് നടക്കും. പക്ഷെ നിത്യതയിലെത്തണമെങ്കിൽ നിങ്ങൾ നടപ്പുതി ക്രമപ്പെടുത്തണം. ഒരു മനുഷ്യൻ അസ്വസ്ഥത വരുത്തുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. പിന്നെ ഈ വീറും വൃത്തിയുടെ കാര്യമൊക്കെ കയറി വരുന്നുണ്ട്. സ്തോത്രം സ്തോത്രം സ്തോത്രം. നിങ്ങൾ നാട്ടിൽ വന്നാലുണ്ടല്ലോ, ഞാൻ നല്ല ടിപ് ടോപ്പായിട്ട് എപ്പോഴും നടക്കത്തുള്ളൂ. സ്തോത്രം. എപ്പോഴും നല്ല ഉടയാത്ത സാരിയൊക്കെ കൊടുത്ത്, ഓർക്കിഡ് സാരി, കോട്ട സാരി, കോട്ടൺ സാരിയൊക്കെ കൊടുത്ത് എല്ലാം തേച്ച് പിടിക്കും. ഇംഗ്ലീഷ് നാട്ടിൽ വന്നപ്പോ എന്നെ ആര് കാണാൻ? സ്തോത്രം. ഇംഗ്ലീഷ് നാട്ടിൽ വന്നപ്പോ ഇവിടുത്തെ ഈ മംഗ്ലീഷുകാരെ എന്നെ കാണുന്നുള്ളൂ. തമിഴ്പാട് പോയി മംഗ്ലീഷ്, മലയാളവും ഇംഗ്ലീഷും കൂടെ ചെന്ന മംഗ്ലീഷുകാരായതുകൊണ്ട് മംഗ്ലീഷ് സ്തോത്രം വേഷം. പക്ഷെ സ്വർഗത്തിൽ മംഗ്ലീഷ് കൊണ്ട് ചെല്ലത്തില്ല. നീ മലയാളിയായി നിന്നെ തെരഞ്ഞെടുത്തെങ്കിൽ നീ ഒറിജിനൽ മലയാളിയായി ജീവിക്കണം. നടപ്പ് ക്രമപ്പെടുത്താൻ പറയുമ്പം ഉടുപ്പൂടെ ക്രമപ്പെടുത്താൻ ഞാൻ പറയും. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഉടുപ്പും ക്രമപ്പെടുത്തണം, നടപ്പും ക്രമപ്പെടുത്തണം, പ്രവൃത്തിയും ക്രമപ്പെടുത്തണം. പെട്ടെന്ന് അങ്ങ് പോകാം. ആരാധനയ്ക്ക് വരുമ്പോഴെങ്കിലും ദൈവമക്കളെ നമ്മുടെ ഉടുപ്പൊക്കെ ക്രമപ്പെടുത്തി വന്ന എന്ത് നല്ലതാ. സ്തോത്രം. കഴിഞ്ഞ ദിവസം എല്ലാം നടപ്പിന്റെ പ്രവൃത്തിയുടെ ഒക്കെ കുറിച്ച് ഞാൻ പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് വിഷമമൊന്നും തോന്നില്ല, കേൾക്കാത്തവർക്ക് വേണ്ടി പറയുക. സ്തോത്രം. യേശുവിന്റെ രക്തന്റെ ഉടുപ്പ് നമ്മുടെ അടുത്ത ആൾക്കാരിരിക്കുമ്പോ പറയരുത്. ഒരു ദിവസം പിള്ളേരുടെ ക്യാമ്പ് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പം കുറെ പിള്ളേർ എൻ്റെ അടുത്ത് വന്നിട്ട് പ്രസംഗം കഴിച്ചെന്നിരുന്നപ്പോ എൻ്റെ അടുത്ത് ചോദിച്ചു, അനി പൗഡർ ഇടുന്നത് പാവമാണോ? ഞാൻ പറഞ്ഞു, നാറാതിരിക്കണമെങ്കിൽ ഇട്ടോളാൻ പറഞ്ഞു. പെർഫ്യൂം അടിക്കുന്നത് പാവമാണോ? ഞാൻ പറഞ്ഞു, എന്റെ വാപ്പ എന്റെ ചെറുപ്പത്തിൽ എന്നെ പഠിപ്പിച്ചതെന്നറിയോ, ഈ മുസ്ലിങ്ങളെ ഉപ്പക്കുഴി കിടന്നാലുമേ ആ സെന്റ് ആ പനിക്കകത്ത് നോക്കി ഇവിടെ ഒന്ന് വെച്ചേക്കും, അടുത്തിരിക്കുന്നവർക്ക് നാളരുതെന്ന് വിചാരിച്ച. സ്വത്രം. അപ്പൊ എന്റെ വാപ്പ എന്നെ ചെറുപ്പത്തിലെ പഠിപ്പിച്ചെന്നറിയോ, ഞങ്ങളെ പറഞ്ഞു, മക്കളെ സെന്റി കുറഞ്ഞാൽ ഡീസന്റി കുറയരുത്. സ്വത്രം. പ്രൈസ് ദി ലോർഡ് ജീസസ്. സെന്റി കുറഞ്ഞാൽ എന്ത് കുറയരുത്? ഡീസന്റി കുറയരുത്. സ്തോത്രം. നന്നായിട്ട് എണ്ണ തേച്ച് കുളിച്ച് സ്തോത്രം നല്ല ഡ്രസ്സും ധരിച്ച് വന്നിരുന്നേ. ഇനി കുളിക്കാൻ നേരം കിട്ടിയില്ലെങ്കിൽ ഈ ഗൾഫിലൊക്കെയാ പാസ്റ്റേ ഇഷ്ടംപോലെ പെർഫ്യൂം കിട്ടും. പക്ഷേ ഇത് അടച്ചിട്ട മുറിക്കകത്ത് അവിടുത്തെ തിക്കും തിരക്ക് നിമിത്തം ഓടി ആരാധനയ്ക്ക് വരുന്ന സമയം കേട്ടോ. പകൽ മുഴുവൻ രാവിലെ 6 മണിക്ക് ഇത് വലിച്ചു കയറ്റിയതാ. എന്നതാ ഇത് വലിച്ചു കയറ്റിയതാ. വിയർപ്പ് കൊണ്ട് നാറി അങ്ങോട്ട് വന്നിരിക്കുമ്പോ അയ്യോ പ്രസംഗിക്കുമ്പോ ഇത് വായിക്കകത്തോട്ടാ കയറി വരുന്നത്. അത് കിട്ടിയാലും കിട്ടില്ല, പറഞ്ഞു വെച്ച് വീട്ടിൽ പോകാൻ. സ്വന്തം നാറ്റിക്കരുത്. സ്വന്തം നീറ്റായിട്ടൊന്ന് വസ്ത്രം ധരിച്ച് കുളിച്ച്, ഇതെല്ലാം അടുക്കൂടെ പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് സമയമില്ല. സ്തോത്രം. കുളിച്ച് ഇച്ചിരി പെർഫ്യൂം ഒക്കെ അടിച്ച് സ്തോത്രം. ഈ ചിക്കൻ ഒരു നേരം മേടിക്കണ്ട, ആ പൈസ കൊടുത്ത് ഒരു കുപ്പി പെർഫ്യൂം മേടിച്ച് സ്തോത്രം. ചിക്കൻ മാത്രം തിന്നാൻ ഇങ്ങനെ പഠിക്കാതെ യേശുവിന്റെ രക്തം ജയം. സ്തോത്രം. നിന്റെ ഡ്രസ്സൊക്കെ ഒന്ന് അലക്കി നീറ്റായിട്ടൊന്നും എത്ര നീറ്റ്. സ്തോത്രം. എന്തൊരു ഐശ്വര്യമോ, കണ്ടാൽ തന്നെ എന്തൊരു ഭംഗിയാണ്. സ്തോത്രം. പിന്നെ സഹോദരിമാരോട്
ഞാൻ പറയാം, ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടി നമ്മൾ വസ്ത്രം ധരിക്കണം. എല്ലാവരും വേണം. ഇത്ര പേരോട് പ്രൈസോടൊക്കെ പോയി സ്വന്തം ആരാധനയ്ക്ക് വരുമ്പോഴെങ്കിലും വളരെ വ്യക്തമായി പൗലോസ് പറയുന്നു, അതേ സ്വന്തം ലജ്ജാശീലവും സുബോധവും ഉണ്ടായിരിക്കണം. ഏറ്റവും നല്ല ഡ്രസ്സാണ് ചുരിദാറ്. പക്ഷെ കേറി ഇപ്പൊ ഇവിടം വരെ എത്തി, കീറി ഇത്തറ്റമായി. നാട്ടിലെ രീതി അനുസരിച്ചാണ് ഇച്ചൂടെ ഇവിടെ ഉണ്ടായിരുന്നത്, ശകലം കൂടെ കീറാൻ. അത് പാസ് പറഞ്ഞ് മുമ്പോട്ട് കയറിയിരിക്കാൻ. അപ്പൊ ഒരു പാളി അവിടെ ഇട്ടച്ച് ഒരു പാളി ഇങ്ങോട്ട് കയറി, ബാക്കി പാളിയിൽ അടുത്ത ആള് വന്നിരുന്നു, ബാക്കിയും കൂടെ പോയി. ഇപ്പൊ പിന്നെ ഏതായാലും കുഴപ്പമില്ല, കഥകളിക്കാരെ പോലെ ഫുള്ളായിട്ടുള്ളത് കിട്ടിയിട്ടുണ്ട്. അത് നല്ലതാണ്. സ്തോത്രം. എന്തായാലും വേണ്ടില്ല. സ്തോത്രം. അവയവങ്ങളൊന്നും കാണുന്നില്ലല്ലോ. സ്തോത്രം. യോഗ്യമായ വസ്ത്രം ചിരിച്ചു കളയാനല്ല ഞാനിത് പറയുന്നത്. മുസ്ലിം സമുദായത്തിലെ പശുക്കളെ പിടിച്ച് സ്വർഗത്തിൽ കെട്ടിയാൽ ഞാൻ പറയാം, നഗ്നത കാണിച്ചുകൊണ്ട് പെന്തക്കോസ്തുകാരെ ഒറ്റ എണ്ണത്തിന് അങ്ങോട്ട് കയറ്റത്തില്ലെന്ന്. മറ്റുള്ളവരെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്ന അതേ ആകർഷണമല്ല നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. ലജ്ജാശീലത്തോടെ ഞാന് സ്തോത്ര ദൈവമക്കളെ പറയട്ടെ, വിവേകത്തോടും പരിജ്ഞാനത്തോടും സൂക്ഷ്മതയോടും നിന്റെ വസ്ത്രധാരണയിലും നിന്റെ നടപ്പിലും നിന്റെ പ്രവൃത്തിയിലും നിന്റെ കൊടുപ്പിലും സ്വർഗം പ്രസാദിക്കുന്നുണ്ടോ എന്ന് ഇന്ന് പരിശുദ്ധം നമ്മുടെ നടക്കുക. ഒന്ന് വായിച്ചെനിക്ക് നീന്റെ ജനത്തിന്റെ നടപ്പ് പരീക്ഷിച്ചറിയേണ്ടതിന് ഞാൻ നിന്നെ അവരുടെ ഇടയിൽ ഒരു പരീക്ഷകനും മാറ്റുനോക്കുന്നവരുമായി വെച്ചിരിക്കുന്നു. സ്വന്തം ഞാൻ നിന്നെ അവരുടെ ഇടയിൽ ഒരു പരീക്ഷകനും ഒരു മാറ്റുനോക്കുന്നവരുമായി വെച്ചിരിക്കുന്നു. ഇതാരുടെ ജോലിയാണെന്നറിയാമോ? കാര്യസ്ഥന്റെ ജോലിയാ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന്റെ ജോലിയാ. പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നടുവിൽ കൂടി നടക്കുമ്പോൾ, നിന്റെ അതേ കിടക്കക്കരികിൽ വരുമ്പോൾ, നിന്റെ രഹസ്യ ജീവിതത്തിൽ വരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, മാറ്റുനോക്കുന്നവനായി. ശരിക്കും മാറ്റി നോക്കുന്നത് ഏതാന്ന് ചോദിച്ചാൽ സ്വർണത്തെയാ മാറ്റി നോക്കുന്നത്, അല്ലേ? സ്വത്രം സ്വർണത്തെ അല്ലേ? സ്വർണം മാറ്റി നോക്കാൻ എന്നാ ചെയ്യുന്നത്? എവിടെ വെക്കുന്നേ? തീക്കകത്ത് ഒരക്കിയല്ല കേട്ടോ, അവിടുന്ന് എടുത്തോട്ട് ഉരയ്ക്കുന്നത് പിന്നെയാ. പിടിച്ചതിനകത്തിട്ട് കീടനെല്ലാം മാറി കഴിയുമ്പോ പിന്നെ ഒന്ന് പരുവത്തിൽ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ കൊണ്ടുപോയി ഒരയ്ക്കുന്നത്. മൂക്ക് തറയിലിട്ട് ഒരയ്ക്കുമ്പോ ഒറിജിനൽ ബന്ധുക്കോസാണോ? അതിനാൽ ഞങ്ങളെ പോലുള്ളവരെയൊക്കെ ഒരയ്ക്കാൻ കൂട്ടുന്നത്. സ്വന്തം അല്ലാത്തതൊക്കെ ഒന്ന് പൊക്കോളും, നിൽക്കാനുള്ളതാണ് നിൽക്കും. അല്ലാത്ത ഒരാളിനെ കത്തി അഹങ്കാരിയെ ശരിയായിട്ട് പ്രസംഗിക്കുന്നതിൽ വേണ്ടെന്ന്. സ്തോത്രം. സുഖിപ്പിക്കുന്ന പരിപാടി അല്ല ദൈവത്തിന്റെ വചനം. സ്തോത്രം. പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയട്ടെ, ഞങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകയാ. വെറുതെ അല്ല ഇവിടെ അയച്ചത്. സ്തോത്രം. മാറ്റി നോക്കുന്നവരായി ഇന്നു പകലിൽ നമ്മുടെ നടപ്പുണ്ട്. നമ്മുടെ പ്രവൃത്തിയെ മാറ്റി നോക്കുന്നു, രഹസ്യ ജീവിതത്തെ മാറ്റി നോക്കുന്നു. അതേ സ്തോത്രം. ഈ പൊന്ന് തട്ടാൻ കൊണ്ടുവന്ന് തീക്കകത്ത് വെക്കും. തീക്കകത്ത് വെക്കുന്ന ഉടനെ തട്ടാന്റെ കയ്യിൽ ഒരു കുടിലും കാണും, ഒരു കുഴലും കാണും. പണ്ട് സ്വത്രം. ഇപ്പൊ അതൊന്നുമല്ല. ഇങ്ങനെ ഊതി 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 ഇരിക്കുമ്പോ ഈ കുടില് കൊണ്ട് തട്ടാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കിയും തിരിച്ചും ഒക്കെ വെക്കും. വെച്ചോണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ, ഞാൻ അടുത്ത് ചെന്ന് തട്ടാൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക, അടുത്ത ആളടുത്ത് അടുത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പൊന്നിനെ കുറിച്ചോ വെള്ളിയെ കുറിച്ചോ ബിസിനസിനെ കുറിച്ചോ ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ തട്ടാൻ എല്ലാത്തിനും തല കുലുക്കും, മൂളും. പക്ഷേ വാ തുറന്ന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും തട്ടാൻ എന്നാ എന്നറിയാമോ? നോട്ടം പൊന്നിൽ നിന്ന് മാറ്റത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ഇതിങ്ങനെ ഉരുക്കി ഊതി ഊതി ഊതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തൂകിപ്പോകാതിരിക്കേണ്ടതിന് ഒരു വെള്ളപ്പുക വരുന്നതിനു മുമ്പ് തട്ടാൻ ഈ പൊന്നിനെ പുറത്തെടുക്കും. ഈ പൊന്ന് തീക്കകത്തിരിക്കുമ്പോൾ ഇതിങ്ങനെ ഉരുകി പോയിട്ടുണ്ടെങ്കിൽ, ഈ വെള്ളപ്പുക വന്നു പോയെങ്കിൽ പിന്നെ ആ പൊന്നിനെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. തട്ടാന്റെ മുഖം ഈ പൊന്നിനകത്ത് പ്രതിബിംബിച്ച് കഴിയുമ്പോൾ അവൻ അതിനെ പുറത്തെടുക്കും. സഹോദര സഹോദരി, അതെ മാതാവേ പിതാവേ, അഭിഷേക്ത ഗണങ്ങളെ, നിന്നെ തീക്കകത്ത് വെച്ചാലും കുടിലുകൊണ്ട് തിരിച്ചു മറിച്ചാലും വെന്തു പോകാൻ അനുവദിക്കത്തില്ല. തീക്കകത്ത് വെച്ചവന് പദ്ധതിയുണ്ട്. അവന്
നിന്റെ വീട്ടിലോട്ടൊന്ന് വരാൻ തീരുമാനിച്ചിരിക്കുക. അകത്തെ വീട്ടിനകത്തെ കേടുപോക്കാൻ. അതിന്റെ ഇടയ്ക്ക് സ്തോത്രം നടപ്പ് തെളിയിച്ചോണ്ടിരുന്നപ്പോ ചോദിച്ചു കൊടുപ്പൂട് സ്തോത്രം ഇങ്ങനെ ചോദിച്ചു. ഞാൻ ചിലപ്പോ ദൈവമക്കളോട് ചോദിക്കും, ആകാശം തുറന്നുള്ള അനുഗ്രഹം വേണമോ, ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നുള്ള അനുഗ്രഹം വേണോ? ആരാ പറഞ്ഞേ? എന്താ പറഞ്ഞേ? ആകാശം തുറന്നു വേണം. കിട്ടും കിട്ടും പ്രാഗൽഭ്യം കിട്ടും. തെളിയിക്കാൻ ഞാൻ വചനത്തിൽ ആകാശം തുറന്നു വേണം, ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നു വേണം. ഞങ്ങളെ പോലുള്ള ഇങ്ങനെ വിദ്യകളായിട്ട് വിളിച്ചു പറയുന്നത് സുറിയാനിക്കാരൊക്കെ ഇങ്ങനെ കാര്യക്കല്ല് പോലെ ഇരിക്കത്തുള്ളൂ. ഇതിന് കല്ലഭിഷേകം എന്ന് പറയും. കല്ലഭിഷേകം ഇങ്ങനെ അനങ്ങാതിരിക്കുന്ന അഭിഷേകം ഉണ്ടല്ല, കല്ലഭിഷേകം. പണ്ട് യാക്കോബ് പോയ സമയത്ത് ആളെ കല്ലെടുത്ത് വെച്ചു തിരിച്ചു വരുമ്പം എല്ലാത്തിലും ദശാംശമൊക്കെ തന്ന് ഞാൻ നിന്നെ എന്ത് ചെയ്തോളാം, ഓർത്തോളാം. പുള്ളി പോയ വഴി പോയി. 2 ഭാര്യയ്ക്ക് വേണ്ടി അവിടെ കിടന്ന് കഷ്ടപ്പെട്ടു. ദശാംശവും കൊടുത്തില്ല, ഒന്നും കൊടുത്തില്ല. തിരിച്ചു വന്നപ്പോഴാ കല്ലഭിഷേകം. ആ നാട്ടിൽ പോയ കല്ല് അവിടെ തന്നെ ഇരിപ്പുണ്ട്. കല്ലഭിഷേകം. ആ അഭിഷേകം അല്ല നമ്മൾ പ്രാപിച്ചത്. നമ്മൾ പ്രാപിച്ച അനക്കമുള്ള ഒരു അഭിഷേകം. ആകാശം തുറന്നു വേണം. ആകാശം തുറന്ന് അനുഗ്രഹിക്കുന്ന ആരെയാന്ന് ചോദിച്ചാൽ ആവർത്തന പുസ്തകം അതേ 28-ാം അധ്യായം 12-ാം വാക്യം ഞാൻ പെട്ടെന്ന് പറയാം. വായിച്ചോ വേണമെങ്കിൽ എടുത്തെങ്കിൽ. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 12-ാമത്തെ വാക്യം. തക്ക സമയത്ത് നിന്റെ ദേശത്ത് മഴ തരുവാനും നിന്റെ വേല ഒക്കെ അനുഗ്രഹിക്കുവാനും യഹോവ നിനക്ക് തന്റെ നല്ല ആകാശം തുറന്ന് നിന്നെ അനുഗ്രഹിക്കും. ആരെ അനുഗ്രഹിക്കുന്നത്? 1-ാം വാക്യത്തിൽ പറയുന്നു, അതേ സ്തോത്രം, അവന്റെ കൽപ്പനകൾ അനുസരിച്ച് അവന്റെ ചട്ടങ്ങളിൽ നടക്കുന്നവരെ അവൻ ആകാശം തുറന്ന് അനുഗ്രഹിക്കും. കൃത്യമായി ദശാംശം കൊടുക്കുന്നവരെയാണ് കിളിവാതിൽ തുറന്ന് അനുഗ്രഹിക്കുന്നത്. അത് നിങ്ങൾക്കറിയാമല്ലോ ആ വാക്യം. പറഞ്ഞേ, മലാക്കി 3:10 സ്തോത്രം എങ്ങനാ പറഞ്ഞേ? എന്റെ ആലയത്തിൽ ആകാരം ഉണ്ടാകാനും നിങ്ങളുടെ ദശാംശം മുഴുവനും. എന്റെ അമ്മേ അമ്മച്ചി നാട്ടിലെ ശുശ്രൂഷ എങ്ങനെയാന്ന് വെച്ചാലുണ്ടല്ലോ, സ്തോത്രം കുത്തിയിരുന്ന് കഷ്ടപ്പെട്ട് മോങ്ങി നേരം വെളുപ്പോളം ഞരങ്ങി പ്രാർത്ഥിച്ച ഉപദേശിക്ക് നക്കാപ്പിച്ചേ വിട്ടും മാസം തോറും വിസിറ്റിങ്ങിന് വരുന്നൊരു പുള്ളിയുണ്ട്. ആ പുള്ളിക്ക് പാസ് അറിയാൻ കട്ടും കൊടുക്കും സ്തോത്രം. പിന്നെ ബാക്കി വണ്ടിക്കൂലിക്ക് എടുക്കും. പിന്നെ അതിൽ നിന്ന് ഇച്ചിരി സ്വോത്രാഴ്ച ഇടും. ചിലര് സ്വോത്രാഴ്ച ഇടത്തില്ല. അപ്പൊ സ്വോത്രാഴ്ച ഇടാൻ എന്താന്ന് ചോദിച്ചാൽ അത് ഇപ്രാവശ്യത്തെ ദശാംശം മുഴുവനും വന്ന പാസിന് കൊടുക്കും. സ്വോത്രം. വീട്ടിൽ നമുക്ക് വേണ്ടി നിലവിളിച്ച ഉപദേശി പട്ടിണി. നാട്ടിലെ കാര്യം പറയാൻ പറഞ്ഞ് ഇവിടെ എല്ലാവരും കൊടുക്കുന്നതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. സ്വോത്രം കൊടുത്താൽ അനുഗ്രഹിക്കപ്പെടും. സ്വോത്രം. യേശുവിന്റെ രക്തം കൊടുത്തതിന്റെ ഞാൻ ഒന്ന് തെളിയിച്ചാൽ കൊള്ളാമെന്നുണ്ട്. യേശുവിന്റെ രക്തം ഈ സമയം നിൽക്കത്തില്ല. അബ്രഹാം കൊടുക്കാൻ തുടങ്ങി. സ്വോത്രം. ദൈവം തരാൻ തുടങ്ങി. 3 പേരെ കൊന്നു. 3 ഇടങ്ങഴി മാവെടുത്തു. മന്ന കൊടുത്തപ്പോ പറഞ്ഞു 3 ഇടങ്ങഴി ഓരോ ഇടങ്ങഴി എടുത്താൽ മതിയെന്നു. എത്ര പറക്കിയത്? ഓരോ ഇടങ്ങഴി. കൊടുത്തത് എത്ര? 3. ആളൊന്നിന് ഇടങ്ങഴി. അപ്പൊ ആളൊന്നിന് എത്ര പറക്കിയാൽ മതി? ഇടങ്ങഴി പറക്കാൻ. കൊടുത്തത് വലിയപ്പം കൊടുത്തത് പറക്കിയാൽ മതി. കൊടുക്കാത്തൊന്നും പറക്കണ്ട. പിന്നെ അങ്ങോട്ട് ചെന്നിട്ട് എന്നാ ചെയ്യുന്നു? കാളെ അറുത്ത് അങ്ങോട്ട് ഇറച്ചി ഇങ്ങോട്ട് കറി വെച്ച് എന്നാ രുചി. എന്റെ മാമ ആ കൈ ഒന്ന് മുടപ്പിച്ചോ 7 ദിവസം ചോറിനാൻ. അത്ര രുചിക്ക് അങ്ങോട്ട് കറി വെച്ച് അങ്ങോട്ട് കൊണ്ടു കൊടുത്തു. തൂക്കിയില്ല, അളന്നുമില്ല. അപ്പൻ ഇങ്ങോട്ട് കൊടുത്തപ്പോ വായി കുളത്ത് മൂക്കി കൂടെ ഓക്കാനം വരുവോളം കൊടുത്തു. തൂക്കിയില്ല, അളന്നുമില്ല. പിശിക്ക് ഞെരടി നീ കൊടുത്തോണ്ടിരുന്നാൽ നിന്റെ പോക്കറ്റ് നിറയത്തില്ല, ക്ഷാമം മാറത്തില്ല, ഹോസ്പിറ്റലിൽ നിന്ന് കയറത്തില്ല. കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കാൻ. ഇത് പറയും കണ്ടോ? സ്വോത്രം. സ്തോത്രം. എനിക്ക് വേണ്ട നിങ്ങളുടെ ആലയത്തിനകത്ത് നന്മയുണ്ടാക്കാൻ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ, നല്ല ഭണ്ഡാരം തുറക്കാൻ, യേശുവിന്റെ നാമത്തിൽ നിന്റെ സന്തതിക്ക് മൂക്കി കുടവരുവോളം കൊടുക്കാൻ. സ്വോത്രം. സ്വോത്രം. സംഖ്യാപുസ്തകം 11:19 എടുക്കണ്ട. അടുത്ത ഈ ഫറവോന്റെ അടിമത്തത്തിൽ കിടക്കുന്ന ജനത്തെ അവിടുന്ന് മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുക.
പരീക്ഷകനെ പോലെ വന്ന ഇരിമിയ പ്രവചനത്തിലെ വാക്യം ഇങ്ങനെ കയറി വരുന്നു. 5-ാം അധ്യായത്തിന്റെ സ്തോത്രം 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 5-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം വായിച്ചു. 5:27. കൂട്ടിൽ പക്ഷി നിറഞ്ഞിരിക്കുന്നത് പോലെ, കൂട്ടിൽ പക്ഷി നിറഞ്ഞിരിക്കുന്നത് പോലെ അവരുടെ വീട്ടിൽ വഞ്ചന നിറഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മാവ് പറയുക, കുഞ്ഞേ, നിന്റെ നടപ്പ് പരീക്ഷിച്ചറിയുവാൻ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ ഉലാവിക്കൊണ്ടിരിക്കുമ്പോ പറയുക, അവർ കൊടുത്തത് ഞാൻ അറിയുന്നു, പക്ഷേ നിന്റെ വീട്ടിലെന്താ വഞ്ചന നിറഞ്ഞിരിക്കുന്നു. സ്തോത്രം. എങ്ങനെ വഞ്ചന നിറഞ്ഞിരിക്കുന്നേ? സ്തോത്രം. കൂട്ടിൽ പക്ഷി നിറഞ്ഞിരിക്കുന്നത് പോലെ. സ്തോത്രം. ചിലര് നല്ല ചിരിയ കെട്ടിപ്പിടിച്ച് പ്രൈസറോട് പറയും, എന്നോ ചുമ്മാ പോകുന്നേ. അകത്തെന്തായിരിക്കുന്നേ? സ്തോത്രം. പ്രൈസറോ. ഹൃദയത്തിന്റെ നിർമ്മലത പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം തൂക്കി നോക്കുകയാ. എഫെസ്യ ലേഖനം 1:4 പറയുന്നു, നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകം സ്ഥാപിക്കുന്നതിനു മുമ്പേ, എന്റെ ഭാഷ പറഞ്ഞ നക്ഷത്രം ഉണ്ടാകുന്നതിന് മുമ്പ്, സൂര്യൻ ഉണ്ടാകുന്നതിന് മുമ്പ്, പ്രകൃതിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, ആദാമും ഹവ്വയും ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവമെന്ന ശക്തി എന്തുണ്ടോ അന്ന് ഞാൻ ദൈവത്തിനകത്തുണ്ടെന്ന്. സ്തോത്രം. ആ ദൈവം പറയുക, നിന്റെ വീട്ടിനകത്തിരിക്കുന്നത് എനിക്കറിയാം. ഏതാണ് വീട്? ഹഗ്ഗായിയുടെ ഭാഷ പറഞ്ഞ ദൈവത്തിന്റെ ആലയം. സ്തോത്രം. ശൂന്യമായി കിടക്കെ മച്ചിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ? കൊരിന്ത്യ ഭാഷ പറഞ്ഞാൽ ആ ആലയം അതേ മണ്ണും കട്ടയും കൊണ്ട് പണിത ആലയത്തെക്കാൾ നിന്റെ ശരീരമാകുന്ന ആലയത്തെ കുറിച്ച് പറയുകയാണ്. സമയം വളരെ മുമ്പോട്ട് പോകുന്നുണ്ട്, സ്പീഡിൽ പോകുകയാണ്. നിങ്ങൾ ഇത് പരീക്ഷിച്ചോ? ബെരോവയിലെ വിശ്വാസികൾ തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളെക്കാൾ മേത്തരന്മാരായിരുന്നു. ഈ ലണ്ടനിലുള്ള എല്ലാ സഭകളെക്കാൾ മേത്തരമായ ഒരു സഭയാണ് സ്തോത്രം. ഒന്നിനും കുറവില്ലാത്ത സഭ, അനുസരിക്കുന്ന സഭ, കീഴ്പ്പെടുന്ന സഭ, പിശുക്കില്ലാത്ത സഭ, ബഹുമാനിക്കുന്ന സഭ, കൊടുക്കുന്ന സഭ, ആരാധിക്കുന്ന സഭ, പ്രാർത്ഥിക്കുന്ന സഭ, യേശുവിന് ഇഷ്ടം തോന്നിയ സഭ. സ്തോത്രം. ഈ 2 ദിവസം നിങ്ങളുടെ ഇടയിൽ താമസിച്ചപ്പോ ഞാൻ പണ്ട് ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തെ ഒരു ഓർമ്മ എന്റെ ചിന്തയിലേക്ക് വരുവാനിടയായി. എല്ലാം പൊതുവകയിൽ നണ്ടി അവിടെ തിന്നും കുടിച്ചു അവിടെയൊക്കെ താമസിക്കും. തമ്മിച്ചതിനും അറിയാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമല്ല. സ്തോത്രം. അതുപോലെ നിങ്ങൾ സഹകരിക്കുന്ന നിങ്ങളുടെ സ്നേഹത്തിനും നിങ്ങളുടെ സഹകരണത്തിനും സ്വർഗം നിങ്ങൾക്ക് പ്രതിഫലം. അതിന് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. പലരും ജോലി കട്ടി അതേ സ്തോത്രം കട്ടാക്കി ജോലി വേണ്ടെന്ന് വെച്ച് ഈ ദിവസങ്ങളിൽ വന്നിരുന്നത് സ്വർഗം അത് കുറിച്ചു വെച്ചിട്ടുണ്ട്. സ്തോത്രം സ്തോത്രം. ദൈവം കടക്കാരനാകത്തില്ല. നീ അറിഞ്ഞുകൊണ്ട് ചെയ്തതും അറിയാതെ ചെയ്തതും, അല്ലെ നീ ഇടം കൈ കൊണ്ട് ചെയ്തതും വലം കൈ കൊണ്ട് ചെയ്തതും, പുറകിൽ നിന്നവർക്ക് ചെയ്തതും മുൻപിൽ നിന്നവർക്ക് ചെയ്തതും സ്വർഗം കുറിച്ചു വെച്ചിട്ടുണ്ട്. അവൻ നടക്കുവാൻ ഒരു പരീക്ഷകനെ നടുവിൽ അയച്ചിട്ടുണ്ട്. വീട്ടിൽ സ്തോത്രം. കൂട്ടിൽ പക്ഷി നിറഞ്ഞിരിക്കുന്നത് പോലെ വീട്ടിൽ വഞ്ചന നിറഞ്ഞിരിക്കുന്നു. സ്തോത്രം. ഏതെങ്കിലും വിധത്തിൽ അതെ വായിച്ചോ ദൈവദാസന്റെ അടുത്ത ഭാഗം കൂടെ ഒന്ന് വായിച്ചേ. അങ്ങനെ അവൻ മഹാന്മാരും ധനികന്മാരുമായി തീർന്നിരിക്കുന്നു. അതെ സ്തോത്രം. ഉണ്ടോ? വീട്ടിൽ എന്താണ്? സ്തോത്രം. വഞ്ചന നിറച്ചു വെച്ചിട്ട് പറയുക, അങ്ങനെ അവർ മഹാന്മാരും ധനവാന്മാരുമായി തീർന്നിരിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് എന്താ ചെയ്യണ്ടേ? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതിന്റെ 28 വായിച്ചേ. 28-ാം വാക്യം കൂടെ നോക്കിക്കേ. അവർ പുഷ്ടി വെച്ച് മിന്നുന്നു. എന്ത് ചെയ്യുന്നു? മിന്നുന്നു. സ്തോത്രം സ്തോത്രം. അതൊക്കെ അതേ സ്തോത്രം വ്യാഖ്യാനിക്കണമെങ്കിൽ ഒരുപാട് സമയം വേണം. യേശുവിന്റെ നാമത്തിൽ നമുക്ക് മിന്നുന്നതൊന്നും വേണ്ട. ദൈവത്തിന്റെ പൈതലെ ആരും നമ്മളെ കണ്ടില്ലെങ്കിലും അറിയുന്ന ഒരു സ്വർഗം നമ്മുടെ നാട്ടിലുണ്ട്. ഇന്ന് പകലിൽ അവൻ നമ്മെ കുറിച്ചൊരു സാക്ഷ്യം പറയട്ടെ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ. സ്തോത്രം. ഇനി 6-ാം അധ്യായത്തിലേക്ക് ഒന്ന് പറഞ്ഞു. 6-ാം അധ്യായത്തിന്റെ സ്തോത്രം 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 6-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ഒന്ന് വായിച്ച്.
കിണറിൽ പച്ചവെള്ളം നിറഞ്ഞിരിക്കുന്നത് പോലെ, കിണറ്റിൽ പച്ചവെള്ളം നിറഞ്ഞിരിക്കുന്നത് പോലെ അതിലെപ്പോഴും പുതിയ ദുഷ്ടത സംഭവിക്കുന്നു. അടുത്തത് സാഹസവും കവർച്ചയുമേ അവിടെ കേൾപ്പാനുള്ളൂ. അതെ, എന്റെ മുമ്പിൽ എപ്പോഴും ധീരവും മുറിവും മാത്രമേ ഉള്ളൂ. ഓ യേശുവിന്റെ രക്തം ജയം. സ്തോത്രം. നല്ല ശമരിയക്കാരൻ വന്നത് എന്തിനാണെന്നറിയാമോ? ദീനമായി കിടക്കുന്നതിനെ, മുറിവേറ്റ് കിടക്കുന്നതിനെ സൗഖ്യമാക്കാനാ വന്നത്. സ്തോത്രം, സ്തോത്രം. പുരോഹിതൻ വന്നു, കാണാത്തതുപോലെ പോയി. സ്തോത്രം. ലേവ്യൻ വന്നു, അവൻ കാണാത്തവനായി പോയി. പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ മുറിവുകളെ കെട്ടുവാൻ, നിന്നെ സൗഖ്യമാക്കുവാൻ, നിന്റെ പോരായ്മകളെ നികത്തുവാൻ, നിന്റെ അവിശ്വസ്തത നീക്കിക്കളയുവാൻ, നിന്റെ ദുഷ്ടത കഴുകിക്കളയുവാൻ, നിന്നിലുള്ള വഞ്ചന നീക്കിക്കളയുവാൻ. അതേ, ദൈവം അടുത്തു വരുമ്പോൾ ഹൃദയം തുറന്നൊന്നു കൊടുക്കാമോ? കർത്താവേ, അങ്ങേക്ക് ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാനത് സമർപ്പിക്കുകയാണ്. സ്തോത്രം. കൂട്ടിൽ പക്ഷി നിറഞ്ഞിരിക്കുന്നത് പോലെ വീട്ടിൽ വഞ്ചന നിറഞ്ഞിരിക്കുന്നു. കിണറ്റിൽ പച്ചവെള്ളം നിറഞ്ഞിരിക്കുന്നത് പോലെ അവരിൽ എന്തോ നിറഞ്ഞിരിക്കുന്നു, ദുഷ്ടത നിറഞ്ഞിരിക്കുന്നു. സ്തോത്രം, സ്തോത്രം. നമുക്ക് വചനവുമായി, വചനമാകുന്ന കണ്ണാടിയിൽ കൂടി ഇന്ന് പകൽക്കാലം യേശുക്രിസ്തുവിന്റെ അടിയിലേക്ക് ചെന്ന് പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചിട്ട് നമ്മുടെ ഭാഗം ക്ലിയർ ആണോ? കട്ട് ചെയ്യുന്നത്, രഹസ്യത്തിൽ ചെയ്യുന്നത്, ചെയ്യരുതെന്ന് പറയുന്നത് ചെയ്യുന്നത്, നോക്കരുതെന്ന് പറയുന്നത് നോക്കുന്നത്, അതേ എടുക്കരുതെന്ന് പറയുന്നത് എടുക്കുന്നത്, സ്വർഗം കണ്ടോണ്ട് പറയുക ഞാനത് നോക്കുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ വാക്യം നിങ്ങൾ ഇതിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പ്രൈസ് യു ജീസസ്. ഇങ്ങനെയുള്ള അനവധി വിഷയങ്ങൾ ഇതിനകത്ത് നുള്ളിപ്പറക്കി എടുക്കാറുണ്ട്. നുള്ളിപ്പറക്കി. യേശുവിന്റെ രക്തം ജയം. സ്തോത്രം. പരിശുദ്ധാത്മ പറയുക, നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. കണ്ണിൽ, അതേ ഹൃദയത്തിൽ, കാതിൽ, കരത്തിൽ, നടപ്പിൽ എങ്ങനെയുണ്ട് ഒന്ന് പരിശോധിച്ചു നോക്കുമ്പോൾ പരിശുദ്ധാത്മ പറയുകയാണ്, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാ ദുഷ്ടതയും, എല്ലാ കയ്പും. പത്രോസ് എങ്ങനെ എഴുതിയേ? 2-ാം അധ്യായം വായിച്ചേ. സകല ദുഷ്ടതയും. പെട്ടെന്ന് സ്തോത്രം, സ്തോത്രം. അവിടെ വിട്ട് വന്ന് വേഗത്തിൽ സകല ദുഷ്ടതയും, എല്ലാ ചതിവും, വ്യാജഭാവവും, അസൂയയും, എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കുക. എന്റെ ഹൃദയം തൂക്കി നോക്കുന്നത് വചനത്തിന്റെ മുൻപിലാണ്. എന്നെ പരീക്ഷിച്ചറിയുന്ന പരിശുദ്ധാത്മാവാണ്. എന്നെ നന്നായിട്ട് മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. ഒന്നുകൂടെ വാക്യം വായിക്കാമോ ദൈവദാസനെ? ആകയാൽ ഏതാണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞ പത്രോസ് പറയാ, ആകയാൽ. ഇത്രയും നേരം ഞാൻ പറഞ്ഞില്ലേ? ഇത്രയും നേരം നിങ്ങൾ കേട്ടില്ലേ? ഇത്രയും നേരം നിങ്ങൾ വായിച്ചില്ലേ? ഇത്രയും നേരം നിങ്ങൾ പഠിച്ചില്ലേ? ആകയാൽ കൂട്ടിൽ പക്ഷി നിറഞ്ഞിരിക്കുന്നത് പോലെ നിന്റെ വീട്ടിൽ കിടക്കുന്ന വഞ്ചന, ഹൃദയത്തിൽ അകത്തിരിക്കുന്ന വഞ്ചന മാറ്റിക്കോ. അതിനുള്ള അവസരമാണിത്. 2015 6-ാം മാസം 28-ാം തീയതി നമുക്ക് തന്നിരിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, ചിലത് വിട്ടുകളഞ്ഞേച്ച് ചിലതിനെ പ്രാപിച്ചെടുക്കാം. നടപ്പ് ക്രമപ്പെടുത്തിയ സ്തോത്രം. 2015 7-ാം മാസത്തിൽ പ്രവേശിക്കുമ്പോൾ ചില വാഗ്ദത്തങ്ങളെ പ്രാപിച്ചുകൊണ്ട് കയറുവാൻ സ്വർഗമിടയാ. ചുമ്മാ അനുഗ്രഹം തരത്തില്ല. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കേണ്ടതിനാൽ അവന്റെ കരങ്ങളിൽ നമുക്ക് താഴ്ത്തി സമർപ്പിക്കാം. ആകയാൽ സകല ദുഷ്ടതയും, എല്ലാ ചതിവും, വ്യാജഭാവവും, അസൂയയും, എല്ലാ നുണയും പാസ്റ്ററെ കുറിച്ച് ചിന്തിച്ചത്, വിശ്വാസിയെ കുറിച്ച് ചിന്തിച്ചത്, പാസ്റ്റർമാമയെ കുറിച്ച് ചിന്തിച്ചത്. ഞാൻ ഓരോ സ്ഥലത്തും പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവിടുത്തെ പാസ്റ്ററെ എനിക്കറിയത്തില്ല, പാസ്റ്റർമാമയെ എനിക്കറിയത്തില്ല, സ്തോത്രം, അവിടുത്തെ വിശ്വാസികളെ ഒന്നും എനിക്കറിയത്തില്ല, ഞാൻ എങ്ങനെ പ്രസംഗിക്കണമെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും എന്റെ കൂടെ നമുക്ക് ഒരുമിച്ച് പോകാം. ഞാൻ അവിടെ ചുമ്മാ നിൽക്കാം, അങ്ങ് പറഞ്ഞോണം. എനിക്ക് പിന്നെ നിന്റെ ഒന്നും പുറകെ പോയി പരാതി തീർക്കാനൊന്നും വയ്യ. എനിക്കറിയത്തില്ല. ഒത്തിരി മുറിവേറ്റിട്ടുണ്ട്. സത്യവചനം യഥാർത്ഥമായി പ്രസംഗിച്ചത് നിമിത്തം
പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ലജ്ജിക്കേണ്ടി വന്നിട്ടില്ല. സ്തോത്രം. സത്യം യഥാർത്ഥ സ്ത്രീയൊന്നും പുരുഷനൊന്നുമില്ല. പ്രസംഗിക്കാനാണ് തയ്യാർ. അവരെ നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ പാടാൻ പറ്റും, ഓർഗനും കാണുമായിരിക്കും. ഞങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ ഡ്യൂട്ടി ഇല്ല. ഞാൻ കർത്താവിനെ വിളിച്ചാൽ ഇവിടെ പ്രസംഗമുള്ളൂ, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പ്രസംഗമില്ല. ഞാൻ ചോദിച്ചാൽ എന്നാർത്താവേ അവിടെ വരുന്നവരെല്ലാം മാനസാന്തരപ്പെട്ടവരാണ്. സ്തോത്രം. പാടാൻ അവിടെ ചെല്ലുമ്പോഴും കിട്ടും. ഇവിടുത്തെ ഡ്യൂപ്ലിക്കേറ്റ് പാട്ടാ, ഒറിജിനൽ പാട്ടൊന്നും ആയില്ല. സ്തോത്രം സ്തോത്രം സ്തോത്രം. അവിടെ ചെല്ലുന്നവരൊക്കെ ആരായിരിക്കും? മാനസാന്തരപ്പെട്ടവരായിരിക്കും. അപ്പൊ ഇവിടെ ഞങ്ങൾ എന്താ പ്രസംഗിക്കണ്ടേ? മാനസാന്തര പ്രസംഗം നടത്തേണ്ടത്. അങ്ങനെയുള്ളവർ അവിടെ ചെല്ലത്തുള്ളൂ. യേശുവിന്റെ രക്തം. അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ എന്നാ ചെയ്യുന്നോ? ഞങ്ങൾ കർത്താവിന്റെ കൂടെ നടക്കും. സ്തോത്രം. നിങ്ങളിങ്ങനെ പാടിക്കൊണ്ടിരിക്കും. സ്തോത്രം. യേശുവിന്റെ കൂടെ. അതേ സ്തോത്രം. പോകുന്നിടത്തല്ല ഞങ്ങൾ. നിങ്ങളിങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വിധിക്കാൻ ഓരോ പട്ടണം തരും. സ്തോത്രം. നിങ്ങളിവിടെ കെന്റിലാണ്, വേണമെങ്കിൽ കെന്റി വിളിച്ചോളൂ. എനിക്ക് മുളക്കട പഞ്ചായത്തെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞായിരിക്കുന്നത്. തിരുവനന്തപുരം പട്ടണവും മുളക്കട പഞ്ചായത്തും എന്നെയായിരിക്കും ഏൽപ്പിക്കുന്നത്. സ്തോത്രം. യേശുവിന്റെ രക്തം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം സ്തോത്രം. അന്ന് ഞാൻ പറയാം യേശുവിന്റെ രക്തം. അതാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് യേശുവിനോട് പറയും, ഇവിടെ കീറ്റ കുറിയാണ്ട കൊടുത്തോണ്ട് നടന്നോളാം, അവിടെ വരുമ്പോ കുറിയാണ്ടൊന്നും പറ്റത്തില്ല. സ്തോത്രം 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 സ്തോത്രം. ഇവിടെ നക്കാപ്പിച്ചേ വാങ്ങിച്ച് സ്തോത്രം പാടി നടന്നോളാം, പക്ഷെ അവിടെ പറ്റത്തില്ല. യേശുവിന്റെ നാമത്തിൽ യൗവനം കൊടുത്തേച്ചിറങ്ങിയ ചണ്ടിയായിട്ടല്ല ഇറങ്ങിയത്. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞാൻ പറയാം, എന്റെ അപ്പനല്ലാതെ വേറൊരു അപ്പൻ എനിക്കില്ല. സ്തോത്രം 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 സ്തോത്രം. അപ്പന്റെ കയ്യിൽ യൗവനം കൊടുത്തേക്ക്. അതേ സ്തോത്രം. 3-4 കുഞ്ഞുങ്ങൾ 5-6 കുഞ്ഞുങ്ങൾ ഇവിടെ നിന്ന് സാക്ഷ്യം പറഞ്ഞല്ലോ. അത് എന്റെ ഹൃദയം നന്ദി. പിന്നെ ഞാൻ അമ്മാമ്മമാരോട് അപ്പാപ്പന്മാരോട് ഒരു കംപ്ലൈന്റ് പറയാൻ പോവാ. ഞാൻ ഈ കുഞ്ഞുങ്ങളുമായിട്ട് ഇച്ചിരി നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു. അപ്പൊ ഞാനിങ്ങനെ യേശുവിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഇവരുടെ മനസ്സോട് അറിയാൻ ചോദിച്ചു, നിങ്ങളുടെ വീട്ടില് നിങ്ങൾ ആരോടാ അപ്പനും അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം? 5 പിള്ളേരും പറഞ്ഞു സ്തോത്രം മറ്റവരോടാ, അടുത്ത ആളിനോടാ, ഇളയതിനോടാ എന്ന് പറയാനിടയായി. ദയവ് ചെയ്ത് കുഞ്ഞുങ്ങളെ കൊണ്ട് ഇനി അത് പറയിപ്പിക്കരുത്. മാതാപിതാക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണം. യേശുവിന്റെ നാമത്തിൽ അതെല്ലാവരുടെയും സ്വത്തൊന്നും പോകണ്ട. രക്തം ജയം നമുക്ക് തന്നിരിക്കുന്നത്. ഞാൻ പറയാം, നമ്മൾ രണ്ടിനെയും വയറ്റിലിട്ട് 9 മാസം 9 ദിവസം 9 വിനാഴിക്കുക. ഒന്നും നേരത്തെ ചാടി പോകുന്നില്ല. സ്വത്രം. യേശുവിന്റെ രക്തം ജയം. കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം നിങ്ങൾ കൊടുക്കരുത്. സ്വത്രം. അപ്പൊ ചിലർക്കുണ്ട് അപ്പനെ തൊട്ട് നൽകി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് അപ്പനെ ഇഷ്ടമുള്ളതെല്ലാം ചെയ്ത് പ്രീതി പറ്റാൻ ചിലര് നിൽക്കും. ചില പുള്ളികൾ മൈൻഡ് പോലും ചെയ്യത്തില്ല കേട്ടോ. സ്വത്രം. അവനതിനൊന്നും നേരമില്ല. വേറെ വല്ല പരിപാടിയാ പുള്ളിയുടെ നോട്ടം. അപ്പൊ പിന്നെ നാക്കി തുടച്ചോ ചില സ്നേഹം കിട്ടി നിനക്കല്ലേ ഇത്ര കുശുമ്പ്. സ്വത്രം. പ്രൈസ്. എന്നാലും മക്കളെ അങ്ങനെ വരത്തില്ല, അങ്ങനെ വരത്തില്ല, അങ്ങനെ വരത്തില്ല, അങ്ങനെ വരത്തില്ല. അങ്ങനെ വരുമോ മാതാപിതാക്കളെ? അങ്ങനെ വരുമോ? സ്വത്രം. പ്രൈസ് ദി ലോർഡ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, മനസ്സിലായോ? ഉണ്ടാകത്തില്ലല്ലോ, ഉണ്ടാകത്തില്ല. ശരിയായ അപ്പനും അമ്മയാണെങ്കിൽ ഉണ്ടാകത്തില്ല. 4 എണ്ണത്തിന് 2 എണ്ണത്തിന് 3 എണ്ണത്തിന് 16 ഉണ്ടാകട്ടെ. സ്തോത്രം. ആ വേർകൃത്യം ഇനി കുഞ്ഞുങ്ങൾ പറയാൻ ഇടവരരുത്. 2 കുഞ്ഞുങ്ങൾ, എന്റെ 2 പിള്ളേരും അമ്മയ്ക്ക് അവളോടാ സ്നേഹം, ഇപ്പഴത്തെ അമ്മയ്ക്ക് അവളോടാ സ്നേഹം. അപ്പൊ ആരോടാ സ്നേഹം? 2 പേരോട് ഒരുപോലെ. യേശുവിന്റെ രക്തം പറയാൻ സമ്മതിക്കത്തില്ല. എനിക്ക് ഇഷ്ടമില്ല അങ്ങനെ കേൾക്കുന്നത്. 2നെയും നൊന്ത് പ്രസവിച്ചതാ. സ്തോത്രം സ്തോത്രം. തവിട് കൊടുത്ത് വാങ്ങിച്ചതല്ല, വെള്ളത്തിൽ കൂടെ ഒഴുകിപ്പോയപ്പോൾ കിട്ടിയതല്ല, ചിക്കൻ കൊടുത്ത് കിട്ടിയതല്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, അത് സ്വർഗത്തിലെ ദൈവം അതിനെ പണിതെടുത്ത പണിയെ കുറിച്ച് ഇന്നലെ ഞാൻ പറഞ്ഞു, ഓർമ്മിപ്പിച്ച് ഞാൻ പോകുവാനിടയായി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്വർഗം നമ്മളെ ഏൽപ്പിച്ചത് പ്രൈസ് ദി ലോർഡ് മുഖപക്ഷം കാണിക്കാനല്ല. സ്വർഗത്തിലെ ദൈവത്തിൽ നമ്മളോട് മുഖപക്ഷവുമില്ല. സ്തോത്രം. അതിനിടം കൊടുക്കരുത്. ഇന്ന് ഏതെങ്കിലും വേർകൃത്യം കാണിച്ച് ചെന്നിട്ട് അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് താലോലിച്ച് അവരോട് നല്ല കാര്യമൊക്കെ പറഞ്ഞ് അവരെ എന്ത് ചെയ്യണം? ഒന്ന് സന്തോഷിക്കണം കേട്ടോ. ഇനി കർത്താവ് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിരിക്കുക. ആകയാൽ സകലവും എല്ലാ ചതിവും എല്ലാ വ്യാജഭാവവും എല്ലാ അസൂയ കേട്ടോ മക്കളെ. അമ്മ
ചേച്ചിയെ സ്നേഹിച്ചോട്ടെ, ഇളയതിനെ ഇച്ചിനെ സ്നേഹിച്ചോട്ടെ, അസൂയെല്ലാം നീക്കിക്കളഞ്ഞേച്ച് വേണം ചെന്ന് മുങ്ങാൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എല്ലാ അസൂയയും, അടുത്തത് എല്ലാ നുണയും. എത്ര നുണ, എല്ലാ നുണയും എന്ന് പറയുമ്പോൾ ഒത്തിരി നുണയില്ലേ? ഒത്തിരി നുണയുണ്ട്. എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവോ, വാചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. സ്തോത്രം. ഇനി ഞാൻ ശുശ്രൂഷ ലെവലിലേക്ക് ഒരു വാക്യം കൂടെ പറഞ്ഞു പോവാം. മത്തായി സുവിശേഷം 10-ാം അധ്യായം 1 മുതലുള്ള വാക്യം കൂടെ ഒന്ന് എടുത്തേ. 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. അനന്തരം അവൻ തന്റെ 12 ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു അശുദ്ധാത്മാക്കളെ പുറത്താക്കാനും സകലവിധ ദീനവും വ്യാധിയും ഉറപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. സ്തോത്രം. 5, 6, 7 അധ്യായം മത്തായി സുവിശേഷത്തിൽ പഠിച്ചു വരുമ്പോഴേ കർത്താവിന്റെ ബൈബിൾ കോളേജാണ്, ദൈവത്തിന്റെ പാഠശാലയാണ്. ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിച്ച ശിഷ്യന്മാരെ, പഠിപ്പിച്ചൊരുക്കിയവരെ, ദർശനം പ്രാപിച്ചവരെ, ഇനി കർത്താവിനെ വിട്ടു പോകത്തില്ലെന്ന് ബോധ്യമായവരെ, സ്വന്തം 9-ാം അധ്യായം വരെ കർത്താവ് ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, പനിയെ ശാസിച്ചു. അതേ സ്വന്തം അങ്ങനെ അതേ പക്ഷപാതക്കാരനെ എഴുന്നേൽപ്പിച്ചു, രക്തസ്രാവക്കാരത്തെ സൗഖ്യമാക്കി. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. 10-ാം അധ്യായത്തിലേക്ക് വന്നപ്പോ പറയുക, കഴിഞ്ഞ ചില നാളുകൾ എന്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിച്ച് മെരുക്കം പ്രാപിച്ചവർ, എന്റെ പാദപീഠത്തിൽ ഇരുന്ന് ശിഷ്യത്വം പ്രാപിച്ചവർ, എന്റെ പാദപീഠത്തിൽ ഇരുന്ന് അനുസരണം പഠിച്ചവർ, നിങ്ങളെ ഞാൻ ഇനി ഏൽപ്പിക്കാൻ പോകുക. ഈ ലോകത്തെ നിങ്ങൾ നേടിയെടുക്കണം. സ്തോത്രം. ഏതെങ്കിലും ഒന്ന് കിട്ടിയിട്ട് ചാടുന്ന ചിലരുണ്ട്. ഭാര്യ പറഞ്ഞതിന് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങും, ചിലരുണ്ട് ഭർത്താവ് പറഞ്ഞതിന് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങും. ആരെങ്കിലും ഒരു പ്രവാചകം വന്ന് തലേ കൈവച്ചപ്പം കേട്ടത് കൊണ്ട് അങ്ങ് ഇറങ്ങും. ഇവരെയും കൊണ്ട് ഒന്നും കൊള്ളത്തില്ല. സ്തോത്രം. സഭ ക്രിസ്തുവിന്റേതാണ്, സഭ ദൈവത്തിന്റേതാണ്. പറയട്ടെ, കഴിഞ്ഞ ചില ദിവസങ്ങൾ അപ്പോസ്തലന്മാർ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിച്ചു. സ്തോത്രം. അവര് നന്നായിട്ട് തികഞ്ഞവരെന്ന് തോന്നി. എന്ന് പറഞ്ഞാൽ രോഗശാന്തി, ഭൂതശാന്തി, സകല ദീനവും പൊറപ്പിപ്പാൻ കർത്താവ് നിനക്ക് അധികാരം തന്നത് നിനക്ക് പണം ഉണ്ടാക്കാനല്ല, നീ ഓവർസിയർ ആകാനല്ല, സ്റ്റേറ്റ് അവാർഡ് മേടിക്കാനല്ല, നീ ഇവിടെ സ്തോത്രം അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ വസ്തു വാങ്ങിക്കാനല്ല, നീ പ്ലെയിൻ മേടിക്കാനല്ല, നിനക്ക് സ്തോത്രം വീട് വെച്ച് 10 നിലയ്ക്കകത്ത് താമസിക്കാനല്ല, ദൈവരാജ്യത്തിന് ആത്മാക്കളെ നേടുവാൻ വേണ്ടി യേശുവിന്റെ നാമത്തിൽ അവനെ അഭിഷേകം ചെയ്തയക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവൻ നിനക്ക് തരുന്ന അധികാരം എന്താണെന്നറിയാമോ? നീ ശിഷ്യത്വം പ്രാപിച്ചു കഴിയുമ്പോൾ, ഞാൻ പറയട്ടെ, സഭ വളർത്തുന്നത് കർത്താവാണ്. നമ്മളെ ഏൽപ്പിച്ച താലന്തിന്റെ ഉടമസ്ഥൻ കർത്താവാണ്. നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കും. പണ്ടത്തെ കാലത്തൊക്കെ ബൈബിൾ സ്കൂളിൽ പഠിച്ച് പിന്നെ ഈ അപ്പച്ചന്മാരുടെ പെട്ടി നോക്കാൻ പുറകെ കൊണ്ടുപോകും ശിഷ്യന്മാരെ. പെട്ടി എടുത്തോണ്ട് പോയി പപ്പച്ചന്റെ അതേ സ്തോത്രം ടീജുപ്പച്ചനപ്പച്ചന്റെ ഇവിടെ ഒരു ചാട്ടം കേട്ട മതി. സ്തോത്രം. അങ്ങനെ ശിഷ്യത്വം പ്രാപിച്ചവരൊക്കെ ഇന്നും കർത്താവിന്റെ വേലയിൽ തിളങ്ങുന്നുണ്ട്. അവിടെ തലമുറകളും തിളങ്ങി നിൽക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ സ്തോത്രം. കാര്യസാധ്യത്തിന് വേണ്ടി ഇറങ്ങരുത്. ഇന്ന് ഒരു സഭ പൊളിച്ച് മറ്റൊരു സഭ ഉണ്ടാക്കുകയാ, ഒരു ദൈവദാസനെ വിഷമിപ്പിച്ച് മറ്റൊരു സഭ ഉണ്ടാക്കുകയാ അല്ല വേണ്ടത്. പരിശുദ്ധാത്മ പറയുന്നു, നിന്നെ ഞാൻ അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ അഭിഷേകവുമായി മരുഭൂമിയിലേക്ക് പോ, ഈ അഭിഷേകവുമായി വനാന്തരത്തിലേക്ക് പോ, ഈ അഭിഷേകവുമായി നീ കാട്ടുജാതിക്കാരുടെ പോ. അവിടെ ഞാൻ അത്ഭുതം ചെയ്ത് എന്റെ വചനത്തെ ഉറപ്പിച്ച് എന്റെ അഭിഷേകത്തെ തെളിയിച്ച് എന്റെ നാമത്തെ സ്ഥിരപ്പെടുത്തുവാൻ ഒരു സഭ പൊളിച്ചോ, ഒരു കർത്താവിന്റെ ദാസനെ വേദനിപ്പിച്ചോ, ദൈവത്തിന്റെ വേലയ്ക്ക് ഇറങ്ങരുത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരു സഭ പണിക്ക് പോകരുത്. ഇന്ന് പകൽക്കാലം ഞാൻ യേശുവിന്റെ നാമത്തിൽ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ഞാൻ വിളിച്ചു പറയുകയാണ്. വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ, ഹൃദയത്തിനകത്ത് എന്തെങ്കിലും ഉണ്ടോ, അതിനെ ക്രമീകരിക്കുക. പച്ചവെള്ളം നിറഞ്ഞിരിക്കുന്നത് പോലെ നിന്റെ ഉപദേശത്തിനകത്ത്
സമർപ്പണത്തിന്റെ പകൽക്കാലം. ഇന്ന് പകൽക്കാലം ചില അത്ഭുത രോഗങ്ങൾ സൗഖ്യമാകുന്ന പകൽക്കാലം. ഭൂതങ്ങളെ പുറത്താക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക, രോഗികളെ സൗഖ്യമാക്കുക, മാനവ്യാധിയിൽപ്പെട്ടവരെ. മത്തായി സുവിശേഷം 10 വരെയുള്ള അധ്യായങ്ങൾ ഞാൻ ഇങ്ങനെ വായിച്ച് ധ്യാനിച്ചുകൊണ്ട് വന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, 4-ാം അധ്യായത്തിൽ കർത്താവ് അതേ സ്തോത്രം നാനാവ്യാധിക്കാരെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി. ഇങ്ങനെ വന്നപ്പോ പിന്നെ ഓരോ രോഗങ്ങളുടെ പേര് ഞാൻ എടുത്തെടുത്ത് നോക്കി. അതിനകത്ത് രക്തസ്രവക്കാരിയെ സൗഖ്യമാക്കി, പ്രൈസ് ദി ലോർഡ് സ്തോത്രം, മരിച്ചുപോയ പെൺകുഞ്ഞിനെ ഉയർപ്പിച്ചു, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി. ഇതെല്ലാം നടന്നു. നാനാവ്യാധി എന്ന് പറയുന്നത് എന്താ? സ്തോത്രം. നാനാവ്യാധി, പലവ്യാധി. സ്തോത്രം. ആദി ഉൾപ്പെടും അതിനകത്ത്, വ്യാധി ഉൾപ്പെടും. ആദി എന്തായി മാറി? വ്യാധിയായി മാറി. സ്തോത്രം. പിന്നെ അതിനകത്ത് ഷുഗർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, പ്രഷർ ഉണ്ട്, ആർത്രൈറ്റിസ് ഉണ്ട്, സ്തോത്രം സ്തോത്രം, അൾസർ ഉണ്ട്, അസിഡിറ്റി ഉണ്ട്, പ്രൈസ് ദി ലോർഡ് സ്തോത്രം. ഒത്തിരി രോഗങ്ങൾ അതിനകത്തുണ്ട്. യേശുവിന്റെ രക്തം ജയം. സ്തോത്രം. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പറയുന്നു അർബുദവ്യാധി എന്ന രോഗമുണ്ട്. അർബുദവ്യാധി. സത്യവചനം യഥാർത്ഥമായി പ്രസംഗിച്ചില്ലെങ്കിൽ അർബുദവ്യാധി പിടിക്കും. സ്തോത്രം സ്തോത്രം സ്തോത്രം. അതിനകത്തുള്ള പല രോഗങ്ങൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതിനെല്ലാം ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് നീക്കാൻ സമർപ്പിക്കുമോ? തിരുമേശം നമ്മുടെ മുൻപിലുണ്ട്. ഒന്ന് ക്ലിയർ ആകാൻ ശ്രമിക്കുക. ഓ ദൈവത്തിന്റെ ഭക്തന്മാരെ വേദനിപ്പിക്കരുത്, വേദനിച്ച് നീ സഭ ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. ആരെങ്കിലും നിർബന്ധത്താൽ അതേ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങരുത്. ദൈവം വിളിച്ചു എന്ന ബോധ്യമുണ്ടെങ്കിൽ നീ ഏൽപ്പിച്ചു കൊടുത്തോ, അവൻ നിന്നെ വിളിച്ചോണ്ടേ ഇരിക്കും. ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ ഓടിച്ചിട്ട് നിന്നെ കൊണ്ട് വേല ചെയ്യിപ്പിക്കും. ആത്മാക്കളെ വേണ്ടെന്ന് പറഞ്ഞാൽ നിനക്ക് ഓടിച്ചിട്ട് നിന്റെ അതേ സഭയ്ക്കകത്തോട്ട് ആത്മാക്കൾ വന്നുകൊണ്ടേയിരിക്കും. എല്ലാ ആഴ്ചയിലും സ്നാനം നടന്നുകൊണ്ടേയിരിക്കും. എല്ലാ മാസവും ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. എല്ലാ മാസവും സ്നാനം നടന്നുകൊണ്ടേയിരിക്കും. എല്ലാവിധ രോഗങ്ങൾ സൗഖ്യമായിക്കൊണ്ടേയിരിക്കും. അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവർത്തികൾ സഭയ്ക്കകത്ത് നടക്കുക. ഇന്ന് സമർപ്പിക്കാമോ? നീ മുഖാന്തരം സഭയിൽ ആത്മാക്കൾ വരാതിരിക്കരുത്. നിന്റെ കേടുപാട് മുഖാന്തരം നിന്നെ നോക്കിക്കൊണ്ട് കുറ്റം പറയാൻ ഇടവരരുത്. നിന്റെ നടപ്പ് തെളിയിക്ക്, നിന്റെ കൊടുപ്പ് തെളിയിക്ക്, നിന്റെ ആരാധന തെളിയിക്ക്, നിന്റെ രഹസ്യ ജീവിതം തെളിയിക്ക്. നിന്റെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാകട്ടെ. അലക്കി തേച്ച് നീറ്റായ ഡ്രസ്. പാലക്കാട് ഒരമ്മച്ചിയുണ്ട്. സ്തോത്രം. പാലക്കാട് ഞങ്ങൾ വേറെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, സുവിശേഷ സമയത്ത് ഒരു അമ്മച്ചിയുണ്ട്. ആ അമ്മച്ചി ചന്തയിൽ സാധനം വാങ്ങിക്കാൻ പോയപ്പോൾ ഉടുത്തോണ്ട് പോയ സാരി പോലും ആരാധനയ്ക്ക് വേണ്ടി കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആരാധനയ്ക്കുള്ള ഡ്രസ് വേറെ. സ്തോത്രം. അങ്ങനെയായിരുന്നു അന്നത്തെ കാലത്തൊക്കെ. ഇന്നും സ്തോത്രം. ഇന്ന് വന്നിരിക്കുന്ന കണ്ടാൽ ലജ്ജ തോന്നും. ഞാൻ പറഞ്ഞില്ലേ, സ്തോത്രം, നമ്മളുടെ സുബോധം നഷ്ടപ്പെടുത്തിപ്പോയി. സുബോധം നഷ്ടപ്പെട്ടു പോകരുത്. പരിശുദ്ധാത്മ മാറ്റു നോക്കുന്നവരെ പോലെ നമ്മുടെ ശരീരഘടന മറ്റുള്ളവർക്ക് ആകർഷണത്തിന് വേണ്ടി അല്ല. യേശുവിന്റെ നാമത്തിൽ ജയം. ഇന്ന് പകൽക്കാലം സഹോദരന്മാരെ, നിവൃത്തിയുള്ളിടത്തോളം സ്തോത്രം സ്തോത്രം. പിന്നെ ഷൂസ് ഊരാത്തതുകൊണ്ട് ഒരു ഗുണമുണ്ട്. സ്തോത്രം സ്തോത്രം. ഷൂസ് ഊരി കയറി വരത്തില്ലല്ലോ, ഇട്ടോണ്ടല്ലേ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്തോത്രം സ്തോത്രം സ്തോത്രം. ജീവിതത്തിൽ അടുക്കുണ്ടാകട്ടെ, ചിട്ടയുണ്ടാകട്ടെ, മാതൃകയുണ്ടാകട്ടെ, സാക്ഷി ഉണ്ടാകട്ടെ. ചില അത്ഭുതങ്ങളും അടയാളങ്ങളും ചില വീര്യപ്രവൃത്തികളും സഭയ്ക്കകത്ത് നടക്കുവാൻ ഞാനും നിങ്ങളും ഇന്ന് പകൽക്കാലം ഒന്ന് സമർപ്പിക്കാമോ? യേശുവിന്റെ കരങ്ങളൊന്ന് ഏൽപ്പിക്കാമോ? നമ്മൾ അറിയാതെ നമ്മുടെ തലമണ്ടയ്ക്കകത്ത് കിടക്കുന്ന ദുരാത്മാവിന്റെ ശക്തി, നമ്മുടെ ചിന്താ മണ്ഡലത്തിൽ കിടക്കുന്ന ദുഷ്ടാത്മസേന, നമ്മുടെ നന്മ തടയുന്ന ദുഷ്ടാത്മസേന, അഹങ്കാരം കൊണ്ടുവരുന്ന ദുഷ്ടാത്മസേന, മൂഢത വിതയ്ക്കുന്ന ദുഷ്ടാത്മസേന ഇന്ന് പകൽക്കാലം കർത്താവേ, എന്റെ ഹൃദയത്തിൽ നിന്ന്, എന്റെ ചിന്താമണ്ഡലത്തിൽ നിന്ന്, എന്റെ ബുദ്ധിമണ്ഡലത്തിൽ നിന്ന്, എന്റെ ആത്മമണ്ഡലത്തിൽ നിന്ന്, എന്റെ കുടുംബജീവിതത്തിൽ നിന്ന്, എന്റെ തലമുറയിൽ നിന്ന്, എന്റെ ശുശ്രൂഷാ മണ്ഡലത്തിൽ നിന്ന് ആ ശക്തി
ഏൽപ്പിച്ചിട്ടുണ്ട്, ചില അധികാരങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഏൽപ്പിക്കാത്തവരത് ചെയ്യാൻ ശ്രമിക്കരുത്. യേശുവിന്റെ നാമത്തിൽ അടങ്ങി പാർത്തുകൊള്ളുക. സമയമാകുമ്പോൾ സ്വർഗം അത് ചെയ്യിപ്പിച്ചോളും. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. ഈ സഭ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവിടെ വന്ന ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. സമർപ്പിക്കപ്പെടുവാനിടയാകട്ടെ. ഹല്ലേലൂയ പാടിടും ഞാൻ. ഏറെ നാളായി കാണാൻ ആശയായി കാത്തിരുന്ന എൻ്റെ പ്രിയനെ, ഏറെ നാളായി കാണാൻ ആശയായി കാത്തിരുന്ന എൻ്റെ പ്രിയനെ, തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവോടണഞ്ഞിടുമേ. തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവോടണഞ്ഞിടുമേ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുദ്ധവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. നാഥൻ പേർക്കായി സേവ ചെയ്തതാൽ താതൻ എന്നെ മാനിക്കുവാനായി. നാഥൻ പേർക്കായി സേവ ചെയ്തതാൽ താതൻ എന്നെ മാനിക്കുവാനായി. തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങി